2025 അവസാനിക്കുമ്പോൾ ഇനിയുള്ള യാത്രയിൽ നമുക്കൊപ്പമില്ലാത്ത ചില മനുഷ്യരുണ്ട്. ഒരു പിടി അറിവും അനുഭവങ്ങളും ബാക്കിയാക്കി നമ്മെ വിട്ടുപോയവർ. മലയാള സാഹിത്യത്തിലും സിനിമാ മേഖലയിലും രാഷ്ട്രീയത്തിലും എന്നിങ്ങനെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഒരു കൂട്ടം പ്രതിഭകളെയാണ് ഈ വർഷവും മലയാളിക്ക് നഷ്ടമായത്. അതിൽ പ്രധാനം പോരാട്ടവീരത്തിന്റെ കെടാത്ത നാളം, കേരളത്തിന്റെ ചരിത്രത്തിലെ വിപ്ലവ നക്ഷത്രം സഖാവ് VS അച്യുതാനന്ദൻ. VSന് പകരം വയ്ക്കാൻ സമര തീക്ഷ്ണതയുള്ള മറ്റൊരു നേതാവ് ഉണ്ടോ എന്നത് തന്നെ സംശയമാണ്. ഒരിക്കലും മറക്കാനാവാത്ത മറ്റൊരു വിയോഗം ഭാവഗായകൻ P ജയചന്ദ്രന്റേതാണ്. എന്നും സംഗീത ലോകത്തിന് തീരാ നഷ്ടം. ആ സ്വരം ഇന്നും അചഞ്ചലമാണ്. ഓരോ വരിയിലൂടെയും ഉയർത്തെഴുന്നേൽക്കുന്നതാണ്. തൊമ്മനും മക്കളും, പുലിവാൽ കല്യാണം, ചോക്ലേറ്റ്, മായാവി, ചട്ടമ്പിനാട്, കല്യാണരാമൻ, മേരിക്കുണ്ടൊരു കുഞ്ഞാട്, 2 കൺട്രീസ് എന്നിങ്ങനെ എണ്ണിയാൽ ഒതുങ്ങാത്ത ചിത്രങ്ങൾക്ക് പിറവി നൽകിയ ചലച്ചിത്ര സംവിധായകൻ റഷീദ് MH എന്ന ഷാഫി. കേരളത്തിലെ പുരോഗമന ചിന്തകനും എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന KK കൊച്ച്. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഫോറൻസിക് സർജനായിരുന്ന ഡോക്ടർ ഷേർലി വാസു. പ്രമുഖ ചരിത്രകാരനും ഗവേഷകനും അധ്യാപകനുമായിരുന്ന മുറ്റായിൽ ഗോവിന്ദമേനോൻ ശങ്കരനാരായണൻ എന്ന MGS നാരായണൻ. പ്രശസ്ത എഴുത്തുകാരനും അധ്യാപകനും പ്രഭാഷകനും നിരൂപകനുമായിരുന്ന പ്രൊഫസർ MK സാനു. മലയാള സിനിമയെ ദേശീയ അന്തർദേശീയ തലത്തിൽ അടയാളപ്പെടുത്തിയ വിഖ്യാത സംവിധായകനും ഛായാഗ്രാഹകനുമായിരുന്ന ഷാജി N കരുൺ. മിമിക്രി കലാകാരൻ, ഗായകൻ, നടൻ എന്നീ നിലകളിലേറെ ജനശ്രദ്ധ നേടിയ മലയാളികൾക്ക് സുപരിചിതനായ കലാകാരൻ നവാസ്. കേരള കോൺഗ്രസ് ചരിത്രത്തിൽ തന്റേതായ പ്രവർത്തന മികവ് കൊണ്ട് പ്രശസ്തിയാർജിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് തെന്നല ബാലകൃഷ്ണപിള്ള. ഒടുവിൽ രാഷ്ട്രീയ ബോധ്യങ്ങളിലൂടെയും പ്രകടനങ്ങളിലൂടെയും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത പ്രതിഭ മലയാള സിനിമയുടെ സ്വന്തം ശ്രീനിവാസൻ. പുതുവർഷത്തിലേക്ക് കേരളം കാലെടുത്തു വെക്കുന്നത് ഈ പ്രതിഭാശാലികളുടെ നഷ്ടദുഃഖവും പേറിയാണ്. Subscribe to One India and never miss an update.